Dear students, good morning to all of you. Welcome to 11th session of our subject English for Communication. Today we are going to cover the core text portion of end semester examination, part A portion. Okay, core text 1, moving forward. A Christmas day in the morning. ഒരു ക്രിസ്മസ് ദിവസം രാവിലെ. It is written by Pearl S. Buck. Pearl S. Buck was an American writer and novelist. Her novel Good Earth won the Pulitzer Prize in 1932. She was the first American woman to win the Nobel Prize for Literature. പേൾ എസ് ബക്കിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് ഗുഡ് എർത്ത് ആണ്. അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ലിറ്ററേച്ചറിൽ. ഈ കഥ സ്റ്റാർട്ട് ചെയ്യാണ്. ഹി വോക്ക് സഡൻലി ആൻഡ് കംപ്ലീറ്റ്ലി. അവൻ ഉണർന്നു. പെട്ടെന്നാണ് ഉണർന്നത്. പക്ഷേ ഉണരൽ പൂർണ്ണമായിട്ടുള്ള ഉണരലായിരുന്നു. പകുതി ഉറക്കത്തിലല്ലായിരുന്നു, പൂർണ്ണമായിട്ടും ഉണർന്നെണീറ്റു. ഇറ്റ് വാസ് 4 o'clock, രാവിലെ 4 മണി നേരം. ദ അവർ അറ്റ് വിച്ച് ഹിസ് ഫാദർ ഹാഡ് ആൾവേസ് കാൾഡ് ഹിം ടു ഗെറ്റ് അപ്പ് ആൻഡ് ഹെൽപ്പ് വിത്ത് ദ മിൽക്കിംഗ്. അപ്പോൾ ഫാദറിൻ്റെ ജോലി എന്ന് പറഞ്ഞത് മിൽക്കിംഗ് ആയിരുന്നു, കറവയായിരുന്നു, ഫാം നടത്തുമായിരുന്നു ഒരു പണി. അപ്പോൾ അവന് ദിവസം രാവിലെ 4 മണിക്ക് അദ്ദേഹം വിളിച്ചെണീപ്പിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലെ ആക്ടിവിറ്റികളിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട്. സ്ട്രേഞ്ച് ഹൗ ദ ഹാബിറ്റ്സ് ഓഫ് ഹിസ് യൂത്ത് ക്ലങ് ടു ഹിം സ്റ്റിൽ. ഇപ്പോഴും ആ ചെറുപ്പത്തിലുള്ള ശീലം അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട്. കൃത്യമായിട്ട് രാവിലെ 4 മണിക്ക് തന്നെ എണീക്കും. ക്ലങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ പറ്റിപ്പിടിച്ച് കിടക്കുക, അതൊരു ശീലമായി മാറുക എന്നുള്ളതാണ്. 4 മണിക്ക് എണീക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായി മാറി. ഇപ്പോഴും അദ്ദേഹം അത് കൃത്യമായിട്ടും എണീച്ചുകൊണ്ടിരിക്കുന്നു. 50 years ago, പഴയൊരു കാര്യം എന്തോ ആക്ച്വലി ഫ്ലാഷ് ബാക്കാണ്. അപ്പോൾ 50 വർഷത്തെ മുമ്പ് ഒരു കഥ അദ്ദേഹം ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. 50 years ago ആൻഡ് ഹിസ് ഫാദർ ഹാഡ് ബീൻ ഡെഡ് ഫോർ 30 years. 50 വർഷം മുമ്പ് നടക്കുന്ന ഒരു കഥയാണ് അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. അപ്പോൾ ഫാദർ മരിച്ചിട്ട് 30 വർഷമായി. കഥ നടക്കുന്ന 50 വർഷം മുമ്പുള്ളൊരു കഥയാണ്. ഫാദർ മരിച്ചിട്ട് തന്നെ 30 വർഷത്തോളമായി. ആൻഡ് യെറ്റ് ഹി വേക്ക്ഡ് അറ്റ് 4 o'clock in the morning. ഇപ്പോഴും കൃത്യമായിട്ട് രാവിലെ 4 മണിക്ക് തന്നെ എണീച്ചു കൊണ്ടിരിക്കുന്നു. ഹി ഹാഡ് ട്രെയിൻഡ് ഹിംസെൽഫ് ടു ടേൺ ഓവർ ആൻഡ് ഗോ ടു സ്ലീപ്പ്. ബട്ട് ദിസ് മോർണിംഗ് ഇറ്റ് വാസ് ക്രിസ്മസ്. ഹി ഡിഡ് നോട്ട് ട്രൈ ടു സ്ലീപ്പ്. അപ്പോൾ സാധാരണ അവൻ അങ്ങനെ എണീക്കുന്ന സമയത്ത് ഫാദർ വിളിച്ച് എണീപ്പിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യുക? സാധാരണ നമ്മളൊക്കെ ചെയ്യണ മതി പുതപ്പൊന്നും കൂടി തലയ്ക്ക് മേലെ വലിച്ച് കിടന്നുറങ്ങുകയായിരുന്നു. പക്ഷേ ഈ ഒരു ദിവസം അവൻ അങ്ങനെ ചെയ്തില്ല. കാരണം അത് ക്രിസ്മസ് ഡേ മോർണിംഗ് ആയിരുന്നു. അതുകൊണ്ട് പഴയ കഥകൾ ഓർക്കുകയാണ്. വൈ ഡിഡ് ഹി ഫീൽ സോ അവേക്ക് ടു നൈറ്റ്? എന്തുകൊണ്ടാണ് ഈ ഒരു ദിവസം അങ്ങനെ ഉറക്കമൊഴിച്ചിരിക്കാൻ കാരണം? ഹി സ്ലിപ്ഡ് ബാക്ക് ഇൻ ടൈം. അപ്പോൾ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോവുക. സ്ലിപ്ഡ് ബാക്ക് ഇൻ എന്ന് പറഞ്ഞാൽ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോവുക. ഹി സ്ലിപ്ഡ് ബാക്ക് ഇൻ ടൈം ആസ് ഹി ഡിഡ് സോ ഈസിലി നൗ ഡേയ്സ്. ഒരു പ്രായമാവുന്ന സമയത്ത് കുറച്ച് പ്രായമായ ആൾക്കാരുള്ള ഒരു ആറ്റിറ്റ്യൂഡാണത്. പഴയ ഓർമ്മകളാണ് അവർക്ക് കൂടുതലുണ്ടാവുക. അപ്പോൾ ഇദ്ദേഹത്തിനും അങ്ങനെ ഒരു സ്ഥിതിയാണ്. പഴയ ഓർമ്മകളിലേക്ക് ഇറക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർട്ടൺ ഏജ് കഴിഞ്ഞിരിക്കുന്നു. ഹി വാസ് 15 years ഓൾഡ് ആൻഡ് സ്റ്റിൽ ഓൺ ഹിസ് ഫാദേഴ്സ് ഫാം. ഇപ്പോൾ അങ്ങനെ തന്നെ പഴയ ഓർമ്മകളിലേക്ക് പോയപ്പോൾ അദ്ദേഹം അതിന് 15-ാം വയസ്സുള്ള ഒരു ഓർമ്മയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഉള്ളത്. അത് ഓർത്തെടുക്കുകയാണ്. ഹി ലവ്ഡ് ഹിസ് ഫാദർ. ഇപ്പോൾ ഫാദറും അദ്ദേഹവുമായിട്ടുള്ള 15-ാം വയസ്സ്, അദ്ദേഹത്തിൻ്റെ 15-ാം വയസ്സിലുള്ള ചില കാര്യങ്ങളാണ് ഓർത്തെടുക്കുന്നത്. ഹി ലവ്ഡ് ഹിസ് ഫാദർ. ഫാദറിന് നല്ല ഇഷ്ടമായിരുന്നു. ഹി ഹാഡ് നോട്ട് നോൺ ഇറ്റ് അണ്ടിൽ വൺ ഡേ എ ഫ്യൂ ഡേയ്സ് ബിഫോർ ക്രിസ്മസ് വെൻ ഹി ഹാഡ് ഓവർഹേർഡ് വാട്ട് ഹിസ് ഫാദർ വാസ് സെയിങ് ടു ഹിസ് മദർ. അപ്പോൾ ഫാദറിന് അതിനോട് നല്ല ഇഷ്ടം, അവന് നല്ല ഇഷ്ടമായിരുന്നു ഫാദറിന് തിരിച്ചും ഇഷ്ടമായിരുന്നു. അവനെ അറിയാൻ കാരണം ബ്ലഡ് റിലേഷനൊക്കെ ഉണ്ടല്ലോ, മകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള സ്നേഹം ഉണ്ടാകും. പക്ഷേ അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് അവൻ തിരിച്ചറിഞ്ഞത് ഫാദറും മദറും തമ്മിലുള്ള ഒരു സംഭാഷണം അവൻ കേൾക്കാനിടയായി. അവരറിയാതെ അവൻ കേൾക്കാനിടയായി. ഓവർഹേർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാതെ കേൾക്കുക. മേരി, അപ്പോൾ എന്താണ് ഡയലോഗ് അവൻ കേട്ടത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. മേരി, റോബിൻ്റെ ഫാദർ വിളിക്കുകയാണ്. മേരി, ഐ ഹേറ്റ് ടു കോൾ റോബ് ഇൻ ദ മോർണിംഗ്. റോബിനെ രാവിലെ വിളിച്ച്, റോബർട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, കഥാപാത്രത്തിൻ്റെ. ഇപ്പോൾ റോബ് എന്ന് ചുരുക്കം പറയുന്നു. ഇപ്പോൾ ഫാദർ വൈഫിൻ്റെ അടുത്ത് പറയുകയാണ്, മേരി, ഐ ഹേറ്റ് ടു കോൾ റോബ് ഇൻ ദ മോർണിംഗ്സ്. രാവിലെ റോബിനെ വിളിച്ച് എണീപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഹീ ഈസ് ഗ്രോയിങ് സോ ഫാസ്റ്റ് ആൻഡ് ഹീ നീഡ്സ് ഹി സ്ലീപ്പ്. അവൻ്റെ വളർന്നു വരുന്ന പ്രായമാണ്, 15-ാം വയസ്സ് പറഞ്ഞ് വളർച്ചയുടെ പ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് അവന് ധാരാളം ഉറക്കത്തിൻ്റെ ആവശ്യമുണ്ട്. ഇഫ് യു കുഡ് സീ ഹൗ ഹീ സ്ലീപ്സ് വെൻ ഐ ഗോ ഇൻ ടു വേക്ക് ഹിം അപ്പ് വിഷ് ഐ കുഡ് മാനേജ് എലോൺ. അവൻ രാവിലെ വിളിച്ച് എണീപ്പിക്കാൻ പോണ സമയത്ത്
അവൻ കിടന്നുറങ്ങണ കണ്ടു കഴിഞ്ഞാൽ വിളിച്ച് എണീപ്പിക്കാൻ തോന്നില്ല. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ തനിയെ എനിക്ക് ചെയ്തുകൂടാ എന്നുള്ളത്. അപ്പം മദറിൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു, വെൽ യു കാൺട്ട് ആദം, നിങ്ങൾക്ക് അങ്ങനെ കഴിയില്ല ആദം. അപ്പോൾ ഇവിടെ ഫാദറിൻ്റെ പേര് ആദം എന്നുള്ളതും മദറിൻ്റെ പേര് മേരി എന്നുള്ളതും കഥാപാത്രത്തിൻ്റെ പേര് റോബ് എന്നുള്ളതുമാണ്. ഹിസ് മദേഴ്സ് വോയിസ് വാസ് ബ്രിസ്ക്. മദറിൻ്റെ വോയിസ് വളരെ ബ്രിസ്ക് ആയിരുന്നു, വളരെ ഫാസ്റ്റ് ആയിരുന്നു, സഡൻ ആയിരുന്നു മറുപടി. വെൽ യു കാൺട്ട് ആദം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. ബിസൈഡ്സ് ഹി ഈസ് ഇൻ എ ചൈൽഡ് എനിമോർ, പോരാത്തതിന് ഹി ഈസ് ഇൻ എ ചൈൽഡ് എനിമോർ, അവൻ അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല. ഇറ്റ് ഈസ് ടൈം ഹി ടുക്ക് ഹിസ് ടേൺ, അവൻ്റെ ഉത്തരവാദിത്വം എടുത്തു തുടങ്ങേണ്ട സമയമായി. യെസ് ഹിസ് ഫാദർ സെഡ് സ്ലോലി, ശരിയാണ്, ഫാദർ പതുക്കെ പറഞ്ഞു. ബട്ട് ഐ ഷുവർ ഡു ഹേറ്റ് ടു വേക്ക് ഹിം, എന്നാലും അവനെ വിളിച്ചെണീപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വെൻ ഹി ഹേർഡ് ദീസ് വേർഡ്സ്, ഈ വാക്കുകളാണ് അവൻ കേട്ടത്. സംതിങ് ഇൻ ഹിം സ്പോക്ക്, അപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ സംസാരിക്കുന്നതായി തോന്നി. ഹിസ് ഫാദർ ലവ്ഡ് ഹിം, ഫാദറിന് അവന് നല്ല ഇഷ്ടമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞൊരു സമയമായിരുന്നു അത്. ഹി ഹാഡ് നെവർ തോട്ട് ഓഫ് ദാറ്റ് ബിഫോർ, ഇത്രത്തോളം സ്നേഹമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്, അതിന് മുമ്പ് അവൻ അറിയില്ലായിരുന്നു. ടേക്കിംഗ് ഫോർ ഗ്രാൻറ്റഡ് ദ ടൈ ഓഫ് ദെയർ ബ്ലഡ്, യെസ് ബ്ലഡ് റിലേഷൻ ഉണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും മകനാകുമ്പോൾ ഒരു സ്നേഹമുണ്ടാവും എന്നതിലപ്പുറം ഇത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത് അവൻ തിരിച്ചറിഞ്ഞൊരു സമയമായിരുന്നു അത്. Neither his father nor his mother talked about loving their children. They had no time for such things. ഫാദറിനോ മദറിനോ ഒന്നും കൃത്യമായിട്ടും അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, കുട്ടികളെ സ്നേഹം ഉണ്ട് എന്ന് പറയാൻ മാത്രം ഉള്ള സമയം അവരുടെ കയ്യിലില്ല. ബിക്കോസ് ദേ ഹാഡ് നോ ടൈം ഫോർ സച്ച് തിങ്സ്. ദർ വാസ് ആൾവേസ് സോ മച്ച് ടു ഡു ഓൺ ദ ഫാം. ആ പാരൻസിനെ സംബന്ധിച്ചോളം അവർക്ക് ധാരാളം വർക്കുകൾ ആ ഫാമിൽ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികളെ കൊഞ്ചിക്കാനൊന്നും അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല. നൗ ദാറ്റ് ഹി ന്യൂ ഹിസ് ഫാദർ ലവ്ഡ് ഹിം, ഇപ്പോൾ അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഫാദറിന് അവന് നല്ല ഇഷ്ടമാണെന്നുള്ളത്. ദർ വുഡ് ബി നോ ലോയിറ്ററിങ് ഇൻ ദ മോർണിംഗ്സ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ അവന് രാവിലെ എണീക്കാനൊരു മടിയൊന്നുമില്ല, അലഞ്ഞുതിരിയലൊന്നുമില്ല. ലോയിറ്ററി പറഞ്ഞാൽ അലഞ്ഞുതിരിയുക, ഒരു അലഞ്ഞുതിരിച്ചിലൊന്നുമില്ല, വിളിച്ച ഉടനെ എണീക്കും. ആൻഡ് ഹാവിങ് ടു ബി കാൾഡ് എഗെയിൻ, രണ്ടാമതൊന്നും വിളിക്കേണ്ട കാര്യമില്ല. ഹി ഗോട്ട് അപ്പ് ആഫ്റ്റർ ദാറ്റ് സ്റ്റംബ്ലിങ് ബ്ലൈൻഡ്ലി ഇൻ ഹിസ് സ്ലീപ്പ്, പതുക്കെയാണ് ഉറക്കത്തിൽ നിന്ന് മുടന്തിയാണ് നീക്കണമെന്നെങ്കിൽ കൂടി. ആൻഡ് പുൾ ഡൗൺ ഹിസ് ക്ലോത്ത്, ഹിസ് ഐസ് ഷട്ട്, ബട്ട് ഹി ഗോട്ട് അപ്പ്, ഉറക്കച്ചടവുണ്ടെങ്കിൽ കൂടി അവൻ കൃത്യമായിട്ടും എണീക്കുമായിരുന്നു ഒറ്റ വെളിയിൽ. ആൻഡ് ദെൻ ഓൺ ദ നൈറ്റ് ബിഫോർ ക്രിസ്മസ് ദാറ്റ് ഇയർ വെൻ ഹി വാസ് 15, ഹി ലേ ഫോർ എ ഫ്യൂ മിനിറ്റ്സ് തിങ്കിങ് അബൌട്ട് ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ആ 15-ാം വയസ്സിൽ തലേദിവസം, ക്രിസ്മസിൻ്റെ തലേദിവസം രാത്രി ഉറങ്ങണ സമയങ്ങളിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അവർ പാവപ്പെട്ടൊരു കുടുംബമായിരുന്നു അവരുടെ. ദേ വർ പുവർ ആൻഡ് മോസ്റ്റ് ഓഫ് ദ എക്സൈറ്റ്മെൻറ്റ് വാസ് ഇൻ ദ ടർക്കി ദ ഹാഡ് റേസ്ഡ് ദംസെൽസ് ആൻഡ് മീൻസ് പീസ് ഹിസ് മദർ മെയ്ഡ്. അപ്പോൾ ക്രിസ്മസ് സമയത്തുള്ള ഇന്ന് കോഴിയെ കൊല്ലുക, അതിൻ്റെ ഇറച്ചി അല്ലെങ്കിൽ മീൻസ് പീസ്, കേക്ക് ഉണ്ടാക്കുക, അമ്മ കേക്ക് ഉണ്ടാക്കുകയും അതൊക്കെയാണ് അവരെ സംബന്ധിച്ചോളം എൻജോയ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഹിസ് സിസ്റ്റേഴ്സ് സ്യൂഡ് പ്രസൻസ് ആൻഡ് ഹിസ് മദർ ആൻഡ് ഫാദർ ആൾവേസ് ബോട്ട് ഹിം സംതിങ് ഹി നീഡഡ്. അപ്പോൾ ഇവർ തമ്മിൽ ഗിഫ്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യായിരുന്നു, അതായിരുന്നു അവർക്കുണ്ടായിരുന്ന ആകെ ഒരു എൻജോയ്മെൻറ്റ്. നോട്ട് ഓൺലി എ വാം ജാക്കറ്റ്, ചിലപ്പോൾ അതൊരു ജാക്കറ്റ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാം, മേ ബി, ബട്ട് സംതിങ് മോർ സച്ച് ആസ് എ ബുക്ക്, ചില സമയത്ത് ഒരു ബുക്കായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റായിട്ട് കൈമാറുക. ആൻഡ് ഹീ സേവ്ഡ് ആൻഡ് ബോട്ട് ദം ഈറ്റ് സംതിങ് ടു, ഇവൻ അങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ തിരിച്ച് ഗിഫ്റ്റുകൾ കൊടുക്കുമായിരുന്നു. ഹി വിഷ്ഡ് ദാറ്റ് ക്രിസ്മസ് വെൻ ഹി വാസ് 15 ഹി ഹാഡ് എ ബെറ്റർ പ്രസൻറ്റ് ഫോർ ഹിസ് ഫാദർ. ഇപ്രാവശ്യം സാധാരണ മാതിരിയല്ല, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രസൻറ്റ് ഫാദറിന് കൊടുക്കണമെന്ന് അവന് തോന്നി. കാരണം അവൻ ഫാദറിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ഒരു സമയം കൂടിയാണ്. ആസ് യൂഷ്വൽ ഹി ഹാഡ് ഗോൺ ടു ദ 10-cent സ്റ്റോർ ആൻഡ് ബോട്ട് എ ടൈ. സാധാരണ അവൻ ഉള്ളത് എന്ത് കൊടുത്താലും 10 സെൻറ്റ് കിട്ടണ ഐറ്റംസ്, അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഐറ്റമാണ് പിക്ക് ചെയ്യുക അവിടെ ഉള്ളത്, അങ്ങനെയുള്ള ഐറ്റംസേ അവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അവിടെ പോയി ആ സ്റ്റോറിൽ പോയിട്ടൊരു ടൈ, കെട്ടാവുന്ന ടൈയാണ് അവൻ വാങ്ങിക്കാറ്, അങ്ങനെയാണ് ഗിഫ്റ്റ് കൊടുക്കാറ് ഫാദറിന്. ഇറ്റ് ഹാഡ് സീംഡ് നൈസ് ഇനഫ് അണ്ടിൽ ഹി ലേ തിങ്കിങ് ദ നൈറ്റ് ബിഫോർ ക്രിസ്മസ്. ഇങ്ങനെ ഓരോന്ന് ഓർത്ത് അവൻ കിടക്കുകയാണ് ക്രിസ്മസ് ദിവസം തലേ ദിവസം. ഹി ലുക്ക്ഡ് ഔട്ട് ഓഫ് ഹിസ് ആറ്റിക് വിൻഡോ, കിടക്കുന്ന സ്ഥലത്തു നിന്നും ആറ്റിക്കിലാണ് അവൻ കിടന്നുകൊണ്ടിരിക്കുന്നത്. ആറ്റിക് എന്ന് പറഞ്ഞാൽ മച്ച്, തട്ടിൻപുറം. അപ്പോൾ അവിടുന്ന് ആ വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കുകയാണ്. ദ സ്റ്റാർസ് വർ ബ്രൈറ്റ്, സ്റ്റാർസിനെ വളരെയധികം ഭംഗി തോന്നി അവന്. ഡാഡ് ഹി ഹാഡ് വൺസ് ആസ്ക്ഡ് വെൻ ഹി വാസ് എ ലിറ്റിൽ ബോയ്. ചെറിയ കുട്ടിയായ സമയത്ത് ഫാദറിനോട് ചില കുട്ടികൾ സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കും പൊതുവെ. വാട്ട് ഈസ് എ സ്റ്റേബിൾ, എന്താണ് സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഫാദറിനോട് അവൻ സംശയം ചോദിക്കുകയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ബോണ്ട് ഹിസ് ഫാദർ ഹാഡ് റിപ്ലൈഡ് ലൈക്ക് അവേഴ്സ്. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ധാന്യപ്പുരയുമാതിരി തന്നെയാണ്. ദെൻ ജീസസ് ഹാഡ് ബീൻ ബോൺ ഇൻ എ ബാൺ ആൻഡ് ടു എ ബാൺ ദ ഷെപ്പേർഡ്സ് ഹാഡ് കം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉണ്ണി യേശു ജനിച്ചത് ബാണിലാണല്ലേ, ധാന്യപ്പുരയിൽ, അല്ലെങ്കിൽ ഒരു കാലിത്തൊഴുത്തിലാണല്ലേ, അവിടേക്കാണ് ഷെപ്പേർഡ്സ്, ആട്ടിടയന്മാർ വന്നതല്ലേ, കുട്ടി പറയുകയാണ്. ദ തോട്ട് സ്ട്രക്ക് ഹിം ലൈക്ക് എ സിൽവർ ഡാഗർ. ഈ ഓർമ്മകളെല്ലാം അവനെ ഒരു സിൽവർ ഡാഗർ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളിമഴു കൊണ്ട് കുത്തുന്ന മാതിരി തോന്നി.
വൈ ഷുഡ് ഹി നോട്ട് ഗീവ് ഹിസ് ഫാദർ എ സ്പെഷ്യൽ ഗിഫ്റ്റ്? എന്തുകൊണ്ട് ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഫാദറിന് കൊടുത്തുകൂടാ? ഔട്ട് ദർ ഇൻ ദ ബാൺ, ആ ധാന്യപ്പുരയിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ ആ കാലിത്തൊഴുത്ത് വെച്ച് തന്നെ. ഹി കുഡ് ഗെറ്റ് അപ്പ് ഏർലിയർ ദാൻ 4 o'clock. അവൻ പ്ലാൻ ചെയ്യാണ് രാവിലെ നേരത്തെ എണീക്കാം, 4 മണിക്ക് മുമ്പായി തന്നെ എണീക്കാം. ആൻഡ് ഹി കുഡ് ക്രീപ്പ് ഇൻ ടു ദ ബാൺ ആൻഡ് ഗെറ്റ് ആൾ മിൽക്കിംഗ് എലോൺ. അവിടുത്തെ കറവ മുഴുവൻ സ്വന്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഹി വുഡ് ഡു ഇറ്റ് അലോൺ, milk and clean up, and then when his father went in to start the milking, he would see it all alone, all done. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? അപ്പോൾ അദ്ദേഹം ഫാദർ സാധാരണ എണീച്ച് അവിടെ ചെല്ലുന്ന സമയത്തേക്ക് കാണണം എല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് കാണണം. ആൻഡ് ഹി വുഡ് നോ ഹൂ ഹാഡ് ഡൺ ഇറ്റ്, ഇതാരാണ് ചെയ്തതെന്ന് അദ്ദേഹം ഓർക്കണം. ഹി ലോവ് ടു ഹിംസെൽഫ് ആസ് ഹി ഗേസ് അറ്റ് ദ സ്റ്റാർസ്, ഇതെല്ലാം ഓർത്ത് സ്റ്റാർസിനെ നോക്കി കിടന്ന് ചിരിച്ചുകൊണ്ട് കിടന്നു. ഇറ്റ് വാസ് വാട്ട് ഹി വുഡ് ഡു ആൻഡ് ഹി മസ്റ്റിൻറ്റ് സ്ലീപ്പ് ടു സൗണ്ട്. ഇതൊക്കെ ഓർത്ത് കിടക്കുകയാണ് തന്നെ ഗാഢമായിട്ടുള്ള ഒരു ഉറക്കം അവന് കിട്ടിയില്ല. ഹി മസ്റ്റ് ഹാവ് വെയ്റ്റ് 20 times, സ്ക്രാച്ചിങ് എ മാച്ച് ഈച്ച് ടൈം ടു ലുക്ക് അറ്റ് ഹിസ് ഓൾഡ് വാച്ച് മിഡ് നൈറ്റ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് രാത്രി എണീച്ച് മാച്ച് സ്റ്റിക്ക് നോക്കിയിട്ട് സമയം നോക്കുമായിരുന്നു. മിഡ് നൈറ്റ് ആൻഡ് ഹാഫ് പാസ്റ്റ് വൺ പറഞ്ഞാൽ 1:30, ആൻഡ് ദെൻ 2 o'clock, രാത്രി 2 മണി. ഇതെല്ലാം അവൻ അറിയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് എണീക്കായിരുന്നു എന്നർത്ഥം. അറ്റ് എ 2:45, 2:45 സമയത്ത് ഹി ഗോട്ട് അപ്പ് ആൻഡ് പുട്ട് ഓൺ ഹിസ് ക്ലോത്ത്സ്, ഡ്രസ് ചെയ്ത് ഹി ക്രപ്റ്റ് ഡൗൺ സ്റ്റേഴ്സ് കെയർഫുൾ ഓഫ് ദ ക്രീക്കി ബോർഡ്സ് ആൻഡ് ലെറ്റ് ഹിംസെൽഫ് ഔട്ട്. ശബ്ദം ഉണ്ടാക്കാതെ പുറത്തു വന്നു. ദ കൗസ് ലുക്ക്ഡ് അറ്റ് ഹിം, പശുത്തൊഴുത്തിലെത്തി. പശുക്കൾ അവനെ അന്തം വിട്ട് നോക്കിയെന്നർത്ഥം. സ്ലീപ്പി ആൻഡ് സർപ്രൈസ്, അത്ഭുതത്തോടുകൂടി നോക്കി. അവരും ഉറക്കച്ചടവിലായിരുന്നു. ഇറ്റ് വാസ് ഏർലി ഫോർ ദം ടു, അവരെ സംബന്ധിച്ചോളം അത് വളരെ നേരത്തെയായിരുന്നു. ഹി ഹാഡ് നെവർ മിൽക്ക്ഡ് ആൾ എലോൺ ബിഫോർ, ഇതിനു മുമ്പ് അങ്ങനെ ഒറ്റയ്ക്ക് അവൻ കറവ നടത്തിയിട്ടില്ല. ബട്ട് ഇറ്റ് സീംഡ് ആൾമോസ്റ്റ് ഈസി, വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഹി കെപ്റ്റ് തിങ്കിങ് അബൌട്ട് ഹിസ് ഫാദർ സർപ്രൈസ്, ഫാദറിന് കൊടുക്കുന്ന ഒരു സർപ്രൈസ് ആയിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഹിസ് ഫാദർ വുഡ് കം ഇൻ and get him saying that he would get things started while Rob was getting dressed. He would go to the barn, open the door, and then he would go get the 2 empty milk cans. ഇങ്ങനെ അദ്ദേഹം ചെയ്യുമെന്നൊക്കെ ഓർത്ത് ചെയ്തുകൊണ്ടാണ് അവൻ കറവ നടത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് കറവ സംബന്ധിച്ചുള്ള അവന് ബുദ്ധിമുട്ട് തോന്നിയില്ല. ബട്ട് ദേ വുഡൻറ്റ് ബി വെയിറ്റിംഗ് ഓർ എംപ്റ്റി, ദേ വുഡ് ബി സ്റ്റാൻഡിങ് ഇൻ ദ മിൽക്ക് ഹൗസ് ഫീൽഡ്. ഞാനാണ് അദ്ദേഹം വരുമ്പോഴേക്ക് ഇത് നിറഞ്ഞിരിക്കണമെന്ന ഓർത്തും കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി കുഡ് ഹിയർ ഹിസ് ഫാദർ എക്സ്ക്ലെയിമിങ്, അത്ഭുതത്തോട്, എന്താണിത് എന്ന് അത്ഭുതത്തോട് അദ്ദേഹം പറയും. ഹി സ്മൈൽഡ് ആൻഡ് മിൽക്ക് സ്റ്റൈലിൽ, ഇതോർത്ത് ചിരി വന്നു അവന്. എന്നിട്ട് അവൻ സ്വാഭാവികമായിട്ട് അവർ മിൽക്കിങ് കണ്ടിന്യൂ ചെയ്തു. ടു സ്ട്രോങ് സ്ട്രീംസ് റഷിങ് ഇൻ ടു ദ പെയിൽ ഫ്രോത്തിങ് ആൻഡ് ഫ്രാഗ്രൻറ്റ്, പാല് പാത്രത്തിൽ പതഞ്ഞു പൊങ്ങി, ചെറിയ മണവും ഉണ്ടായിരുന്നു. ഫ്രോത്തിങ് എന്ന് പറഞ്ഞാൽ പതഞ്ഞു പൊങ്ങുക, ഫ്രാഗ്രൻറ്റ് സ്മെൽ, നല്ല സ്മെല്ല്. ദ ടാസ്ക് വെൻറ്റ് മോർ ഈസിലി ദാൻ ഹി ഹാഡ് എവർ നോൺ ഇറ്റ് ടു ഗോ ബിഫോർ. മിൽക്കിംഗ് ഫോർ വൺസ് വാസ് നോട്ട് എ ഷോർ, അത് വലിയൊരു ബുദ്ധിമുട്ടായതായിട്ടും തോന്നിയില്ല. ഇറ്റ് വാസ് സംതിങ് എൽസ്, എ ഗിഫ്റ്റ് ടു ഹിസ് ഫാദർ ഹു ലവ്ഡ് ഹിം. തന്നെ സ്നേഹിക്കുന്ന ഫാദറിനുള്ളൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് അവനൊരു ബുദ്ധിമുട്ടായി തോന്നിയതേ ഇല്ല. He finished, the 2 milk cans were full, and he covered them and closed the milk house door carefully, making sure of the latch. അപ്പോൾ അങ്ങനെ ലാച്ച്, വാതിൽ ശബ്ദം ഉണ്ടാക്കാതെ വാതിലടച്ച് കുറ്റിയിട്ടു. ലാച്ച് എന്ന് പറഞ്ഞാൽ കുറ്റി. Back in his room, he had only a minute to pull off his clothes in the darkness and jumped into bed. പെട്ടെന്ന് റൂമിലെത്തി, ഡ്രസ്സ് മാറ്റി ബെഡിൽ കിടന്നേ ഉള്ളൂ. ഫോർ ഹി ഹേർഡ് ഹിസ് ഫാദർ, അപ്പോഴേക്കും ഫാദർ സാധാരണ എണീക്കുന്ന മാതിരി എണീക്കുന്ന ശബ്ദം അവൻ കേട്ടു. ഹി പുട്ട് ദ കവേഴ്സ് ഓവർ ഹിസ് ഹെഡ് ടു സൈലൻസ് ഹിസ് ബ്രീത്തിങ്. ദ ഡോർ ഓപ്പൺ, അപ്പോൾ ഫാദർ വരുന്ന സമയത്ത് അവന് അപ്പോൾ വന്ന് കിടന്ന ഉടനെ അവന് ക്വിക്ക് ബ്രീത്തിങ് ആയിരുന്നു. അപ്പോൾ പതുക്കെ അവൻ തല മൂടി കിടച്ചു. ദ ഡോർ ഓപ്പൺ, ഫാദർ വന്ന് വാതിൽ തുറന്നു. റോബ്, ഹിസ് ഫാദർ കാൾഡ്, മോനെ റോബേ, ഫാദർ വിളിച്ചു. വി ഹാവ് ടു ഗെറ്റ് അപ്പ് സൺ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ക്രിസ്മസ്, മോനെ ഇന്ന് ക്രിസ്മസ് ആണെങ്കിലും നമുക്ക് എണീച്ചേ പറ്റൂ. ഓൾ റൈറ്റ്, ഹി സെഡ് സ്ലീപ്ലി, ആ ശരി. ദ ഡോർ ക്ലോസ് ആൻഡ് ഹി ലേ സ്റ്റിൽ, ഡോർ അടച്ച് അദ്ദേഹം പുറത്തുപോയി, അവൻ മിണ്ടാതെ നിന്നു. ലോഫിങ് ടു ഹിംസെൽഫ്, ഇൻ ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ് ഹിസ് ഫാദർ വുഡ് നോ, ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കും ഫാദർ തിരിച്ചറിയും. ഹിസ് ഡാൻസിങ് ഹാർട്ട് വാസ് റെഡി ടു ജംപ് ഫ്രം ഹിസ് ബോഡി, ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടായിരുന്നു. ദ മിനിറ്റ്സ് വെർ എൻഡ്ലെസ്. 10, 15, 10-15 സെക്കൻഡ്സോളം കടന്നുപോയി, മിനിറ്റ്സ് കടന്നുപോയി. ഓക്കെ, ഹി ഡിഡ് നോട്ട് നോ ഹൗ മെനി ആൻഡ് ഹി ഹേർഡ് ഹിസ് ഫാദേഴ്സ് ഫുട് സ്റ്റെപ്സ് അഗെയിൻ. ഫാദർ തിരിച്ചു വരുന്നതായി അവൻ അറിഞ്ഞു, ആ ശബ്ദം കേട്ടു. ദ ഡോർ ഓപ്പൺ ആൻഡ് ഹി ലേ സ്റ്റിൽ, ഡോർ തുറന്ന് അദ്ദേഹം വിളിച്ചു അവന്. റോബ്, യെസ് ലാഡ്. ഹിസ് ഫാദർ വാസ് ലാഫിങ്, എ ക്യൂ സോബിങ് സോർട്ട് ഓഫ് ലവ്, ഏതാ സങ്കടത്തോട് സന്തോഷത്തോട് കണ്ണീരോട് കൂടിയുള്ള ഒരു ചിരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. തോട്ട് യു ഹാഡ് ഫുൾ മീ ഡിഡ് യു, നീ എന്നെ വിഡ്ഢിയാക്കിയല്ലേ, അങ്ങനെ ചെയ്തുവോ? ഹിസ് ഫാദർ വാസ് സ്റ്റാൻഡിങ് ബൈ ഹിസ് ബെഡ് ഫീലിംഗ് ഫോർ ഹിം, പുള്ളിങ് എവേ ദ കവർ. അവൻ തലമുടി കതിച്ചെന്ന ആ പതപ്പ് വലിച്ചു മാറ്റി. ഇറ്റ് ഈസ് ഫോർ ക്രിസ്മസ് ഡാഡ്,
ഡാഡ് ഇത് ക്രിസ്മസിന് വേണ്ടിയാണ്. ഹി ഫൗണ്ട് ഹിസ് ഫാദർ ആൻഡ് ക്ലച്ച്ഡ് ഹിം ഇൻ എ ഗ്രേറ്റ് ഹഗ്. കെട്ടിപ്പിടിച്ചു മോനെ. ഹി ഫെൽറ്റ് ഹിസ് ഫാദേഴ്സ് ആംസ് ഗോ അറൗണ്ട് ഹിം. ഫാദറിൻ്റെ കൈകൾ അവൻ്റെ പുറത്തിലൂടെ കവർ ചെയ്ത് പോകുന്നത് അത് തിരിച്ചറിഞ്ഞു. ഇറ്റ് വാസ് ഡാർക്ക് ആൻഡ് ദേ കുഡ് നോട്ട് സീ ഈച്ച് അതേഴ്സ് ഫേസസ്. തമ്മിൽ തമ്മിൽ കാണുന്നുണ്ടായിരുന്നില്ല. സൺ, ഐ താങ്ക് യു, നോ ബഡി എവർ ഡിഡ് എ നൈസ് തിങ്. മോനെ, ഇത്ര നല്ലൊരു കാര്യത്തിന് മുമ്പ് ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിന്നോട് നന്ദിയുള്ളവനാണ്. ഓ ഡാഡ്, ഐ വാണ്ട് യു ടു നോ ഐ ഡു വാണ്ട് ടു ബി ഗുഡ്. ഫാദർ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഐ വാണ്ട് യു ടു നോ, അത് നിങ്ങളോട് പറയണമെന്നുണ്ട്. ഐ ഡു വാണ്ട് ടു ബി ഗുഡ്, ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. ദ വേർഡ്സ് ബ്രോക്ക് ഫ്രം ഹിം ഓഫ് ദെയർ ഓൺ വിൽ. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. എന്താണ് പറയുന്നതെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അത്രയും വികാരാധീനനായിരുന്നു അവൻ. ഹിസ് ഹാർട്ട് വാസ് ബേഴ്സ്റ്റിംഗ് വിത്ത് ലവ്. സ്നേഹം കൊണ്ട് നിറഞ്ഞു തുളുമ്പുകയായിരുന്നു ഹൃദയം. ഹി ഗോട്ട് അപ്പ് ആൻഡ് പുൾഡ് ഓൺ ഹിസ് ക്ലോത്ത്സ് അഗെയിൻ. ദേ വെൻറ്റ് ഡൗൺ ടു ദ ക്രിസ്മസ് ട്രീ. ഡ്രസ്സ് ഇട്ട് വീണ്ടും അവർ ക്രിസ്മസ് ട്രീയുടെ താഴത്തോട്ട് ക്രിസ്മസ് ട്രീയുടെ അടുത്തേക്ക് പോയി. ഓ വാട്ട് എ ക്രിസ്മസ് ആൻഡ് ഹൗ ഹിസ് ഹാർട്ട് ഹാഡ് നെവർ ബേഴ്സ്റ്റ് അഗെയിൻ വിത്ത് ഷൈനസ് ആൻഡ് pride as his father told his mother and made the younger children listen about how Rob had got up all by himself. റോബ് അതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ പറ്റി അദ്ദേഹം അങ്ങനെ വളരെ വിശദീകരിക്കുകയായിരുന്നു. അവിടെ ക്രിസ്മസ് ട്രീയുടെ അടുത്ത് പോയിരുന്ന്. ദ ബെസ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് ഐ എവർ ഹാഡ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല ക്രിസ്മസ് ഗിഫ്റ്റാണ് ഇത്. ആൻഡ് ഐ വിൽ റിമെമ്പർ ഇറ്റ്. എൻ്റെ ജീവിതാവസാനം വരെ ഞാനത് ഓർത്തിരിക്കും. സൺ, എവറി ഇയർ ഓൺ ക്രിസ്മസ് മോർണിംഗ് സോ ലോങ് ആസ് ഐ ലിവ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം മോനെ, ഈ ഒരു കാര്യം ഞാൻ ഓർത്തിരിക്കും. ദ ഹാഡ് ബോത്ത് റിമെമ്പേർഡ് ഇറ്റ്. അവർ രണ്ടുപേരും അത് ഓർത്തിരിക്കുമായിരുന്നു. ആൻഡ് നൗ ദാറ്റ് ഹിസ് ഫാദർ വാസ് ഡെഡ്. ഫാദർ മരിച്ചുപോയി. ഹി റിമെമ്പേർഡ് ഇറ്റ് അലോൺ. ഇപ്പോൾ അത് ഓർത്തെടുക്കുന്നത് അവൻ തനിച്ചാണ്. ദാറ്റ് ബ്ലെസ് ക്രിസ്മസ് ഡോൺ പ്രഭാതം. ക്രിസ്മസ് ഡോൺ വെൻ ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ട്രൂ ലവ്. ആ സ്നേഹത്തിൻ്റെ റിയൽ ലവിൻ്റെ ഗിഫ്റ്റ് കൊടുത്ത ആ കാര്യം ഇന്നും അവൻ തനിയെ ഓർത്തെടുക്കുന്നു. കാരണം ഫാദർ ഇല്ല അത് ഓർക്കാനായി. ദിസ് ക്രിസ്മസ് ഹി വാണ്ടഡ് ടു റൈറ്റ് എ കാർഡ് ടു ഹിസ് വൈഫ്. ഇപ്പോൾ തിരിച്ച് ഒറിജിനൽ ലൈഫിലേക്ക് വരികയാണ്. അപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് ഇപ്പോൾ റിയൽ ലൈഫിലേക്ക് വരുന്നു. ദിസ് ക്രിസ്മസ് ഹി വാണ്ടഡ് ടു റൈറ്റ് എ കാർഡ്. ഈ ഒരു ക്രിസ്മസിന് ഒരു കാർഡ് എഴുതുക വൈഫിന് എന്ന് തീരുമാനിച്ചു. ആൻഡ് ടെൽ ഹെർ ഹൗ മച്ച് ഹി ലവ്ഡ് ഹെർ. എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത് വൈഫിനോട് പറയാം, കത്തിലൂടെ എക്സ്പ്രസ് ചെയ്ത് കളയാം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഹാഡ് ബീൻ എ ലോങ് ടൈം സിൻസ് ഹി ഹാഡ് റിയലി ടോൾഡ് ഹെർ. ഒരുപാട് കാലമായി അങ്ങനെ പറഞ്ഞിട്ട്. Although he loved her in a very special way, much more than he ever had when they were young. ചെറുപ്പത്തിലുള്ളേക്കാട്ടിൽ സ്നേഹം കൂടിയിട്ടുള്ളൂ ഇപ്പോഴും, പക്ഷേ പറയാൻ നേരം കിട്ടാറില്ല. He had been fortunate that she had loved him. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം ഭാഗ്യവാനാണ്. കാരണം വൈഫിന് അദ്ദേഹത്തിനോട് നല്ല സ്നേഹമാണ്. ഓ ദാറ്റ് വാസ് ദ ട്രൂ ജോയ് ഓഫ് ലൈഫ്. അത് തന്നെയാണ് ലൈഫിൻ്റെ ട്രൂ ജോയ്, യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നതും. ദ എബിലിറ്റി ടു ലവ്, വേറെ ആളെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത്. ലവ് വാസ് സ്റ്റിൽ അലൈവ് ഇൻ ഹിം. ഇറ്റ് സ്റ്റിൽ വാസ്. സ്നേഹം എന്നുള്ളത് അദ്ദേഹത്തിലേക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. ഇറ്റ് സ്റ്റിൽ വാസ്. അങ്ങനെ തന്നെയാണ് താനും. ഇറ്റ് ഒക്കേർഡ് ടു ഹിം സഡൻലി ദാറ്റ് ഇറ്റ് വാസ് അലൈവ് ബിക്കോസ് ലോങ് എഗോ ഇറ്റ് ഹാഡ് ബീൻ ബോൺ ഇൻ ഹിം വെൻ ഹി ന്യൂ ഹിസ് ഫാദർ ലവ്ഡ് ഹിം. ഈ ഒരു യഥാർത്ഥ സ്നേഹം എന്നുള്ളത് ആ 15-ാം വയസ്സിൽ തുടങ്ങിയതാണ്. ആ യഥാർത്ഥ സ്നേഹം അതിപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ദാറ്റ് വാസ് ഇറ്റ്. ലവ് അലോൺ കുഡ് അവേക്കൻ ലവ്. സ്നേഹം കൊടുത്തു മാത്രമേ സ്നേഹം തിരിച്ചു കിട്ടുകയുള്ളൂ. ആൻഡ് ഹി കുഡ് ഗീവ് ദ ഗിഫ്റ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഈ സ്നേഹം, ഈ ഒരു ഗിഫ്റ്റ് വീണ്ടും വീണ്ടും കൊടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. ദിസ് മോർണിംഗ്, ദിസ് ബ്ലെസ്ഡ് ക്രിസ്മസ് മോർണിംഗ് ഹി വുഡ് ഗീവ് ഇറ്റ് ടു ഹിസ് ബിലവ്ഡ് വൈഫ്. ഇപ്രാവശ്യം ആ ഗിഫ്റ്റ് വൈഫിനാണ് കൊടുക്കുന്നത്, കത്തിലൂടെ. ഹി കുഡ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ എ ലെറ്റർ ഫോർ ഹെർ ടു റീഡ് ആൻഡ് കീപ് ഫോർ എവർ. എന്നേക്കുമായി കാത്തു സൂക്ഷിച്ചു വയ്ക്കാനായി ഒരു കത്ത് എഴുതുകയാണ്. ഹി വെൻറ്റ് ടു ഹിസ് ഡെസ്ക് ആൻഡ് ബിഗാൻ ഹിസ് ലവ് ലെറ്റർ ടു ഹിസ് വൈഫ്. വൈഫിന് ലവ് ലെറ്റർ എഴുതാണ്. മൈ ഡിയർസ്റ്റ് ലവ്, സച്ച് എ ഹാപ്പി ഹാപ്പി ക്രിസ്മസ്. ഇത്രയേ ഉള്ളൂ കഥ. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. Okay, then bye.